ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ ലവ് ചെയ്യുന്നതായിട്ട് കെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എനർജിയുടെ ഫ്ലോ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവാണ്. ഇവിടെ ഇവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അതായത് ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു വൈബ്രേഷനിലാണ് ഇവർ ഉള്ളത്. ഇവിടെ ഇവർ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുമായിട്ട് പിരിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരണം എന്നുള്ള വൈബ് ഇവർക്ക് ഉണ്ടാവുകയും അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഫാമിലിൻ എനർജി ഭയങ്കരമായിട്ട് ഇവരെ ഡൊമിനേറ്റ് ചെയ്യുന്നതായിട്ട്, അതായത് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെ സഹോദരി, ഇവരുടെ അമ്മയോ ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഇവർക്ക് നേരെ വരുന്ന മാനിപ്പുലേഷൻ എൻഡ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരെ ഇന്ന് ആര് മാനിപ്പുലേഷൻ ചെയ്യാൻ നോക്കിയാലും അത് നടക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സിറ്റുവേഷനിൽ ഇമോഷൻസ് വളരെയധികം ഇൻവോൾവ്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ ഇമോഷൻസ് വളരെ ഹൈ ആയിരിക്കും. അവർക്ക് ദേഷ്യം വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയണ്ട എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ആ വാക്കിനെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട്, അവരുടെ ആ ഒരു മാനിപ്പുലേഷൻ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ വാ അടയ്ക്കുന്നതായിട്ടുള്ള ആ ഒരു മറുപടി കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ഇവർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഇമോഷൻ ആരുമായിട്ടാണോ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത് അവർക്ക് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഇത്രമാത്രം ഇമോഷണലായിട്ടിരിക്കാൻ കാരണം നിങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വരുന്നു. കൂടാതെ ഇവർ ചിന്തിക്കുകയാണ്, ഇവർ എത്ര നാളിങ്ങനെ ഓടി മറയും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് മറഞ്ഞ് ഓടി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് എന്ത് ഡിസിഷൻ എടുക്കാനുണ്ടെങ്കിലും അതെടുത്ത് കളയാം. ഇനി മറ്റുള്ള ആർക്ക് വേണ്ടി ആരുടെയും വാക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. എങ്ങനെയായാലും എനിക്ക് എൻ്റെ പേഴ്സൻ്റെ കൂടെ ജീവിക്കണം, അതിനുള്ള ആ ഒരു തീരുമാനം ഞാൻ എടുക്കാം എന്നുള്ള ആ ഒരു വൈബ്രേഷനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവർക്ക് നിങ്ങളിൽ നിന്ന് ഓടി മറിഞ്ഞ് ഇനി വയ്യ, ഇനി ഇവർക്കൊരു ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ള ആ ഒരു വൈബ്രേഷനിലാണിവർ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടുള്ളത് അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള വൈബ്രേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായിട്ടും ശ്രമം നടത്തി കഴിഞ്ഞു. പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഒരു ബന്ധത്തിന് വേണ്ടി റെഡിയല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളെ നഷ്ടമാകുമോ എന്നാണ്. അവർക്ക് തോന്നുന്നത് ഇനിയും തേർഡ് പാർട്ടി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് സമ്മതിച്ചില്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആകും. കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു തീരുമാനം ഉണ്ട്, അത് ഞാൻ എടുക്കും എന്നുള്ള ആ ഒരു വൈബ്രേഷനിലാവാൻ കാരണം ഇതാണ്. നിങ്ങളുടെ പേഴ്സൺ ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. ആരൊക്കെ ഫൈറ്റിന് വന്നാലും ഞാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവി ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. റെഡി ടു ഫൈറ്റിൻ്റെ ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. ഭയങ്കര അഗ്രഷൻ, ഭയങ്കര ദേഷ്യത്തോടെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ റെഡി ടു ഫൈറ്റിന് വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണ് നോക്കുക, അതായത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണുള്ളത് എന്ന് നോക്കാം നിങ്ങളെക്കുറിച്ചുള്ള. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് നിങ്ങൾ ഇവരുടെ സോൾമേറ്റ് ആണ് എന്നാണ്. ഈ ഒരു ലോകത്ത് ആർക്കും തന്നെ നിങ്ങളെ ഇവരെയും വേർപിരിക്കുവാൻ സാധിക്കയില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. കൂടാതെ നിങ്ങളെക്കുറിച്ച് ദൈവങ്ങളോട് പ്രാർത്ഥനകൾ ഇവർ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആഗ്രഹം സാധിച്ചു തരണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ മതി നിങ്ങളുമായിട്ട് ഇവർക്ക് ഒന്നാവാൻ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. അതായത് അത്രമാത്രം പ്രാർത്ഥനകൾ ദൈവത്തിനോട് ഇവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവരും തമ്മിൽ ഒന്നാകണമെന്ന്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നാകണം എന്നുള്ള ആ ഒരു സമയം വന്നിരിക്കുകയാണ്, തീരുമാനം എടുക്കാനുള്ള സമയം വന്നിരിക്കുകയാണ് എന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ട്രൂ ലവിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വൈബ്രേഷനാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്.
ട്രൂ ലവിൻ്റെ ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരുവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് തന്നെയാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത്. മാരേജ് കപ്പിളാണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുകയും നിങ്ങളെ കൊണ്ട് ഇവർ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ കോഡിപ്പെൻഡ് ആയിട്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഡിപ്പെൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇനി ഇവർ കോഡിപ്പെൻഡ് മാറി ഡിപ്പെൻഡ് ആകണമെന്നാണ് ഇവർക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, ഇവർക്ക് അങ്ങനെ നല്ല ജോലി ഉണ്ടാവത്തില്ല, ഇവർ സ്റ്റേബിൾ അല്ലായിരിക്കാം. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് കുട്ടികളുടെ പോലത്തെ ആ ഒരു എനർജിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളെ സ്വന്തമാക്കുവാൻ വേണ്ടി ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം കാണും. പിന്നെ സ്വന്തമാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു സീരിയസ്നെസ് ഉണ്ടാവത്തില്ല. അതായത് ഇവർ എൻ്റേത് മാത്രമല്ല, എന്നെ വിട്ട് ഇനി ഒരിടത്തും പോവത്തില്ല, അങ്ങനെയുള്ള ഒരു സീരിയസ്നെസ് ഇല്ലാതെ പെരുമാറും നിങ്ങളോട്. അതേപോലെ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എനർജി പറയുന്നത് മെസ്സേജ് വരുമെന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നെക്സ്റ്റ് ആക്ഷനിൽ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാനുള്ള വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാരേജോട് കൂടിയുള്ള കമ്മിറ്റ്മെൻറ്റുമായിട്ട് ചില ആൾക്കാരുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും റിജക്റ്റ് നിങ്ങളെ ചെയ്തിട്ടുണ്ടാകും. അതായത് ഫാമിലി സമ്മതിക്കുന്നില്ല, നമുക്ക് ഒന്നാവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫാമിലി സമ്മതിച്ച് ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഈ ഒരു കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മാരേജ് അമ്മയുടെ അച്ഛൻ്റെയും സമ്മതത്തോടെ ട്രഡീഷണലായിട്ട് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷനിൽ ഇവരുടെ ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത്, ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ ഇവരോട് പറയുന്നത്, അത് കേട്ടിട്ടായിരിക്കും ഇവർ തീരുമാനം എടുക്കുന്നത്, ആക്ഷൻ എടുക്കുന്നത്. ഇവിടെ ഇവർ അവെയറായിട്ടാണ് ഇരിക്കുന്നത്. സിറ്റുവേഷൻസ് എന്തായാലും ഇവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും ഇവർ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷനിൽ ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഒത്തിരി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ചിലപ്പോൾ ഇവരുടെ എനർജി നിങ്ങൾ പിക്ക് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരികയും അവരുടെ സ്നേഹം എന്താണെന്ന് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്പർ പറയുന്നത് 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഈ ഒരു ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.